ഹലോ ഡിയേഴ്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ പാലക്കാടൻ രണ്ട് നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായി നാഴി പച്ചരിയും ഒരു പിടി ഉഴുന്നുമാണ് കുതിർത്തി വെച്ചത്. അതിനെ നമ്മൾ നന്നായി ഉപ്പിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. 2 മണിക്കൂറെങ്കിലും പുളിക്കാനായിട്ട് അതിനെ വിടണം. എന്നാൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു അവിച്ചപ്പവും പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസ് കടലപ്പരിപ്പ് നമുക്ക് നന്നായി കുക്കറിൽ വാഷ് ചെയ്ത് വേകാനായിട്ട് വെക്കാം. ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള പരുവത്തിലാണ് വേവേണ്ടത്. വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിന് നന്നായി മാഷ് ചെയ്ത് കൊടുക്കുക. മാഷ് ചെയ്ത് കൊടുത്ത ശേഷം അതിനെ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് 2 അച്ച് വെല്ലം, വലിയ അച്ചായതുകൊണ്ട് 2 അച്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരു നാളികേരം ചിരവിയതും. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് വെല്ലം ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 അച്ച് വെല്ലമാണ്. 2 പഴം കട്ട് ചെയ്തതും വെച്ചിട്ടുണ്ട് പഴംപൊരിക്ക് വേണ്ടിയിട്ട്. കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് പാവ് കാച്ചിയെടുക്കാം. കല്ലുണ്ടെങ്കിൽ അരിച്ചെടുക്കണം പാവ്. അതിനുശേഷം മാഷ് ചെയ്ത കടലപ്പരിപ്പ് അതിലേക്കിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി വെറ്റിച്ചെടുക്കണം. ചിരവി വെച്ച നാളികേരവും അതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ വെല്ലത്തിൻ്റെ വെള്ളമെല്ലാം വെറ്റി വരണം. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. നാളികേരം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെറ്റിയ ശേഷം ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും തൂവി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡ്രൈ ആയി കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഉരുണ്ടകളായിട്ട് പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷം നമുക്കിതിനെ ഉരുണ്ടകളാക്കി ഉരുട്ടിയെടുക്കാം. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാവ് നന്നായിട്ട് ആവശ്യത്തിന് പൊന്തി വന്നിട്ടുണ്ടാകും. അതിന് നന്നായി ജോയിൻ ചെയ്ത് വെക്കുക. ഈ ഉരുട്ടിയ ഉരുളകളെല്ലാം നമുക്ക് ആ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരി എടുക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം. ഈ അരച്ച മാവിൽ തന്നെയാണ് നമ്മൾ 2 അപ്പവും ചുട്ടെടുക്കുന്നത്. പഴവും അതിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പം നമുക്ക് സുഖിയായി. ഇതിനെ അവിച്ചപ്പം എന്നും പറയും, സുഖിയെന്നും പറയും. നമ്മുടെ പാലക്കാടിലെ എല്ലാവരും അവിച്ചപ്പം എന്നാണ് ഇതിനെ പറയുക. ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇതിന് ശേഷം ഇതേ മാവിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ആ നേന്ത്രപ്പഴവും ഇട്ടിട്ട് അപ്പമായി എടുക്കാം. ഞാൻ അതിൽ മൈദ മാവോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിയിട്ടില്ല. അരിയും ഉഴുന്നും ഉപ്പും മാത്രമേ ചേർത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് 2 മണിക്കൂർ പുളിച്ച് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരിക്കും. അതിൻ്റെ സ്കിന്നൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാകും. ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. രണ്ട് ഭാഗം മൊരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ പഴംപൊരിയും ചുട്ടെടുക്കാം. കുട്ടികൾക്കെല്ലാം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching.